നിസാം ബഷീർ സംവിധായകനും സമീർ അബ്ദുള്ള തിരക്കഥയും നിർവഹിച്ച ഐ നോബഡി എന്ന പൃഥ്വിരാജ് സിനിമ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. സിനിമയുടെ കഥയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചാനലുകാരും ഓൺലൈൻ ചാനലുകാരും സാധാരണ മനുഷ്യരും ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ദുരന്തത്തെ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ എന്ന് വേണമെങ്കിൽ എന്നെ പറയാം. അറിഞ്ഞോ അറിയാതെയോ ഒരു ബാങ്ക് റോബറിയിൽ പെട്ടുപോകുന്ന ഒരു സാധാരണക്കാരൻ 18 കോടിയോളം രൂപ ഏകദേശം ബാങ്കിൽ നിന്ന് കാണാതാവുന്നു. ബാങ്ക് റോബറിയിൽ ഏർപ്പെടുന്നവർ കൊല്ലപ്പെടുന്നു. ഈ പൈസ തേടിയുള്ളൊരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ. ആ പൈസയുടെ ഉറവിടം അല്ലെങ്കിൽ ആ പൈസ ചെന്ന് ചേർന്നിരിക്കുന്നത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന രാജീവൻ എന്ന കഥാപാത്രത്തിൻ്റെ കയ്യിലാണ് എന്ന് തെറ്റിദ്ധരിച്ച് അയാളെ വേട്ടയാടുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ, ജനങ്ങൾ, അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ തട്ടാൻ ശ്രമിക്കുന്നവരെല്ലാം കൂടി അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം. അതോടൊപ്പം തന്നെ ഭാര്യയുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ലാതെ പോകുന്ന രാജീവൻ എന്ന കഥാപാത്രം, പാർവതി തിരുവോത്ത് അവതരിപ്പിക്കുന്ന രാജീവിൻ്റെ ഭാര്യ വളരെ ഗംഭീരമായ പെർഫോമൻസാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ്റെ മാനസിക ശാരീരിക അവസ്ഥകൾ ഈ സിനിമയ്ക്ക് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ആ കഥാപാത്രം ഒരു അബ്നോർമൽ കഥാപാത്രമാണോ എന്ന് തോന്നുന്ന രൂപത്തിലുള്ള കഥാപാത്രം. ഫൈറ്റിംഗ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീര ഫൈറ്റിംഗ് സീനാണ്. അതിന് നമ്മൾ പ്രത്യേകം സംവിധായകനെയും സ്റ്റണ്ട് മാസ്റ്ററെയൊക്കെ അംഗീകരിക്കേണ്ടിയിരിക്കും. നമ്മുടെ കെട്ടിയോളാടൻ്റെ മാലാഖ, അതുപോലെ തന്നെ ഗർഷം പോലുള്ള സിനിമകൾ ചിത്രീകരിച്ച സംവിധാനം ചെയ്ത നിസാം ബഷീർ അതിൻ്റെ മേക്കിങ്ങിൽ വളരെ ഭംഗിയായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. റോഷോക്കിലെ ആ കഥാസന്ദർഭങ്ങളെ എങ്ങനെയാണോ മികവുറ്റ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതിനേക്കാൾ കുറേ കൂടി ഭംഗിയായിട്ട് തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച്, സെക്രട്ടേറിയറ്റ് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ വെച്ച്, ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് ക്യാമറ കൊണ്ട് ചിത്രീകരിക്കുവാനും സംവിധാനം ചെയ്യുവാനും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാം. ഒരു കലാരൂപം എന്നുള്ള രൂപത്തിൽ, ഒരു ത്രില്ലിംഗ് മൂവി എന്നുള്ള രൂപത്തിൽ, ഒരു ക്രൈം മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ക്രൈം ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രൂപത്തിലും വേണമെങ്കിൽ സിനിമയെ പറയാം. ചില ന്യൂനതകളൊക്കെ ഉണ്ട്, അത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം. കാരണം CCTVയും മറ്റു സജീവമായിരിക്കുന്ന സമയത്ത് 18 കോടി രൂപ എങ്ങനെ ഒളിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് അതിന് കണ്ടെത്താനായിട്ട് കഴിയാതെ പോകുന്ന പോലീസുകാരുടെ പിടിപ്പുകേടുമൊക്കെ സിനിമയിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അവസാന ഭാഗത്ത് രാഷ്ട്രീയക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടും സിനിമയെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. വർത്തമാനകാലത്തിലെ ചില രാഷ്ട്രീയ സംഭവവികാസങ്ങളെയൊക്കെ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കഥയുടെ പ്രധാനപ്പെട്ട ത്രെഡിൽ നിന്ന് മാറി സംശയിക്കപ്പെടുന്ന തരത്തിലേക്ക് മറ്റു ചില ആളുകൾ വരുന്നതും കാണാം. ഏതായാലും സിനിമ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ഒരു ത്രില്ലിംഗ് മൂവി എന്നുള്ള നിലയിൽ തിയേറ്ററിൽ അവസാനം വരെ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സിനിമ തന്നെയാണ്. അത് നന്നായിട്ട് അതിൻ്റെ സംവിധായകൻ നിസാം ബഷീർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഭിനേതാക്കൾ ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹക്കീം അവതരിപ്പിച്ച സൂത്രശാലിയായ ഒരു പോലീസുകാരൻ വളരെ വേറിട്ടൊരു കഥാപാത്രമാണ്. അതുപോലെ അശോകൻ അവതരിപ്പിച്ച പ്ലംബറും വയർമാനും ഒക്കെ മറ്റൊരു തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. ഇതിനെ പടത്തെ മുഴുവൻ ലീഡ് ചെയ്യുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. പൃഥ്വിരാജിൻ്റെ ശാരീരികമെന്ന് പറയുന്നത് ഫൈറ്റ് സീനൊക്കെ കിട്ടില്ല. ഫൈറ്റ് സീനൊക്കെയാണ് ഇതിനകത്ത്. അത് ഒരു ലിഫ്റ്റിലുള്ള ഫൈറ്റ് സീന്, വണ്ടിയിലുള്ള ഫൈറ്റ് സീനൊക്കെ വളരെ ഗംഭീരമായിട്ട് സ്വാഭാവികത തോന്നുന്ന രൂപത്തിൽ തന്നെ ആ ഫൈറ്റ് സീൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ വിചാരണ ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നോക്കുമ്പോൾ സിനിമ മൊത്തത്തിൽ ഗംഭീരമായൊരു മേക്കിംഗ് ആണ്. ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ ഉണ്ട്. പക്ഷേ അത് സിനിമയെ സെക്കൻഡ് പാർട്ട് ഇച്ചിലൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ആ തിരക്കഥയിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ ഗംഭീര സിനിമയാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാലും നോബഡി എന്നുള്ള സിനിമ ചർച്ച ചെയ്യപ്പെടും. ഒരു മൂവി, ത്രില്ലിംഗ് മൂവി എന്നുള്ള നിലയിൽ അവസാനം വരെ തിയേറ്ററിൽ കാണാം. അവസാന സമയത്ത് ചെറിയ കണ്ണുനീരൊക്കെ നമുക്ക് വരാവുന്ന രൂപത്തിൽ ചെറിയ സെൻറ്റിമെൻറ്റും ഒക്കെ അതിൻ്റെ അകത്ത് സെൻറ്റിമെൻ്റൽ ഒക്കെ കൊണ്ടുവന്നിട്ട് കഥയെ ഒന്നുകൂടെ പൊലിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിലെ ഒരു 90% ഒക്കെ വിജയിച്ചിട്ടുണ്ട്. ഏതായാലും പൃഥ്വിരാജ് സുകുമാരൻ്റെ അഭിനയ ജീവിതത്തിൽ വേറിട്ട് നിൽക്കുന്നൊരു കഥാപാത്രമാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ രാജീവൻ എന്നുള്ളത് എടുത്തു പറയാം. എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക.